ഈ കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ അറിയില്ല. നാരങ്ങയിൽ കാപ്പിയും പഞ്ചസാരയും ചേർക്കുക, അത് ഉണങ്ങിയ പ്ലംസിന്റെ സ്വാദ് നൽകുന്നു. ഓറഞ്ചും ആപ്പിളും ചേർക്കുക, ഇത് കിവി പഴം കഴിക്കുന്നതിന് തുല്യമാണ്. ആപ്പിളും പൈനാപ്പിളും ചേർക്കുക, ഇതൊരു പോഷകസമൃദ്ധമായ ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്നതുപോലെയാണ്. ചക്കയുടെ തലഭാഗം മുറിച്ചുമാറ്റുക, അതിനുള്ളിലെ വിത്തുകൾ ഓരോന്നായി ഞെക്കി പുറത്തെടുക്കുക. തുടർന്ന് ഉള്ളിലെ സംരക്ഷിത പാട മാറ്റുക. ഒരു ബോക്സിലിട്ട് കുറച്ച് തൈര് അതിലേക്ക് ഒഴിക്കുക. 2 മണിക്കൂർ ഫ്രീസറിൽ വെച്ചെടുത്താൽ മതി. ഇത് വളരെ രുചികരമാണ്. ചക്കക്കുരു കളയരുത്, തോട് പൊളിച്ച് വൃത്തിയാക്കുക. വെള്ളം തിളപ്പിക്കുമ്പോൾ ഉപ്പ് ചേർക്കുക. എന്നിട്ട് കുരുവിട്ട് 20 മിനിറ്റ് വേവിക്കുക. വെന്ത ശേഷം പുറത്തെ തോട് പൊളിച്ചു കഴിക്കാം. നന്നായി പൊടിഞ്ഞതും മൃദുവുമാണ്. ഇത് കപ്പയേക്കാൾ രുചികരമാണ്. ഡ്രാഗൺ ഫ്രൂട്ട് കഴിച്ച ശേഷം അതിന്റെ തൊലി കളയരുത്. അതിൽ വിലയേറിയ ആന്തോസയാനിൻ അടങ്ങിയിട്ടുണ്ട്. തൊലി വൃത്തിയാക്കി ഒരു പാത്രത്തിലിട്ട് കൽക്കണ്ടം ചേർക്കുക. എന്നിട്ട് 500 ഗ്രാം വെള്ളമൊഴിച്ച് ഇളം പിങ്ക് നിറമാകുന്നതുവരെ തിളപ്പിക്കുക. തൊലി കോരിയെടുക്കുക. 40 ഗ്രാം ജെല്ലി പൗഡർ ചേർത്ത് ഇളക്കി അലിയിക്കുക. തുടർന്ന് പഴത്തിന്റെ മാംസം ചേർക്കുക. ഒരു പാത്രത്തിലേക്കൊഴിച്ച് തണുപ്പിച്ചാൽ ജെല്ലിയായി മാറും. ഇങ്ങനെയുണ്ടാക്കിയ ഡ്രാഗൺ ഫ്രൂട്ട് ജെല്ലി വൃത്തിയുള്ളതും ആരോഗ്യകരവുമാണ്. കുട്ടികൾക്ക് ധൈര്യമായി കഴിക്കാം. ഈ പേജ് ഫോളോ ചെയ്താൽ അടിപൊളി അറിവുകൾ നേടാം.